ചെറുപുഴ പോലീസ് സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്താൻ ഉന്നതതല യോഗം ചേർന്നു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ വിളിച്ച യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, ഡിവൈഎസ്പി കെ വിനോദ് കുമാർ, സ്ഥിരം സമിതി അധ്യക്ഷൻ M ബാലകൃഷ്ണൻ, ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ MP വിനീഷ് കുമാർ, SI M പ്രമോദ് കുമാർ, KC രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നിലവിൽ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് കെട്ടിടത്തിലാണ്. മൃഗാശുപത്രിയും കൃഷിഭവനും പ്രവർത്തിക്കുന്നതും ഇതേ കെട്ടിട സമുച്ചയത്തിലാണ്. ഒരേ സ്ഥലത്തു തന്നെ 3 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് സ്റ്റേഷന് കെട്ടിടം പണിയാൻ സ്ഥലം കണ്ടെത്താനുള്ള ശ്രമം. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ചെയർമാനും പോലീസ് ഇൻസ്പെക്ടർ MP വിനീഷ് കുമാർ കൺവീനറുമായ കമ്മിറ്റി രൂപീകരിച്ചു. നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ പണിയാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വാടക അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൺ ബിൽഡിങ് വേണമെന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പുതിയ നിർബന്ധമാണ്. അപ്പം ഒരു സ്ഥലം കിട്ടിയാൽ മാത്രമേ, സ്ഥലം എടുപ്പിന് ഗവൺമെൻറ് ഫണ്ട് പാസ്സാക്കുന്നില്ല. അപ്പോൾ ഒരു ഓൺ ലാൻഡ് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ പേരിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ബിൽഡിങ്ങിനുള്ള ഫണ്ട് ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. അത് ഒന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടായെങ്കിൽ ഫണ്ട് ലാപ്സായി പോകും. അത് ഗവൺമെൻറ് തിരിച്ചടക്കേണ്ടി വരും. അപ്പോൾ അത് ലാപ്സായി പിന്നീട് അതൊരു വീണ്ടും കിട്ടുക എന്നുള്ള വലിയൊരു പാടാണ്. അപ്പോൾ സ്വന്തമായി ഭൂമി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയാണ്. കാരണം പഞ്ചായത്ത് നമുക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞെങ്കിലും പഞ്ചായത്തിൻ്റെ സ്വന്തം ഭൂമി വേറെ ആവശ്യങ്ങൾക്കില്ലാതെ ഇപ്പോൾ കൃഷി മൃഗാശുപത്രിയും കൃഷി ഭവനും ഇവിടുന്ന് മാറ്റണമെങ്കിലും ഓൺ ലാൻഡ് വേണം. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്കതിനെ തരണം ചെയ്യാമെന്നുള്ളൊരു കൂടിയാലോചന നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിച്ചേർന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായവും നിങ്ങളുടെ ആരെങ്കിലും ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷന് വേണ്ടി ഒരു 10 സെൻറ്റ് തരാൻ സന്മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ നമുക്ക് എളുപ്പത്തിലായി. ആരെയും ഇത് വേണ്ട, ഒരു 10 സെൻറ്റ് ഇപ്പോൾ ഇവിടെ മലയോര മേഖലയാകുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല റോഡ് സൈഡ് തന്നെ ആണെന്നില്ല, കുറച്ചുള്ളിലോട്ടായാലും നമുക്ക് റോഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ അതും ആ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നമുക്ക് വളരെ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടിയാലോചിക്കാനാണ് നമ്മൾ കൂടിയത്. ഇപ്പോൾ ഞാനൊരു 5 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ സാറ് പറഞ്ഞ പോലെ ആ ഒരു 37 സെൻറ്റ് നമ്മളെ ഭൂദാനത്തേക്ക് കയറുമ്പോഴുള്ള ആ റോഡ് സൈഡിലെ സ്ഥലം, അത് കുറച്ച് ചരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ മെയിൻ ഒരു കണ്ണായ സ്ഥലത്ത് ഒരു സ്ഥലം കിട്ടുകയെന്ന് പറയുമ്പോൾ എന്താണ്, അത് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ അതിനു വേണ്ടി അന്ന് നമ്മൾ പല രീതിയിലും ഓഫീസിൽ തിരുവനന്തപുരത്ത് അടക്കം ഇവിടുന്ന് മെനിനൊക്കെ വിട്ടിട്ട് ലാസ്റ്റ് ഒരു നികുതി അടച്ചു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സിവിൽ കേസ് അതേ സമയത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ എനിക്ക് അറിയില്ല. കിട്ടുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത് നല്ലൊരു ഓപ്ഷനായിരിക്കും. കാരണം ഇപ്പോഴത്തെ ഭൂമി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ നല്ല രീതിയിൽ മാറ്റി എടുക്കാൻ വേണ്ടി പറ്റും. അതിന് വലിയ ബുദ്ധിമുട്ടില്ല. പുതുതായിട്ടൊരു സ്ഥലം വാങ്ങുകയെന്ന് പറയുമ്പോൾ അതിന് എത്രമാത്രം സഹകരണം കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ടൗണിൽ നിന്ന് മാറിപ്പോകാമെന്ന് പറയുമ്പോൾ അന്ന് ഞാൻ വ്യാപാരികളോടൊക്കെ എനിക്ക് നല്ല ബന്ധമുണ്ട്, ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ഒരു ആവശ്യം എന്ന് പറയുന്നത് ചെറുപുഴ ടൗണിൽ നിന്ന് അങ്ങനെ ദൂരം വിട്ടു പോകാൻ പാടില്ല എന്നുള്ളത്. കാരണം ഉള്ളോട്ട് പോയാൽ നമുക്ക് എന്താണ്, ഒരു സ്ഥലം വാങ്ങിക്കുവാണെങ്കിൽ ചെറിയ റേറ്റിന് എന്ത് ചെയ്യും, നമുക്ക് സ്ഥലം കിട്ടും. പക്ഷേ പോലീസ് സ്റ്റേഷൻ അങ്ങനെ ചെറുപുഴ ടൗണ് വിട്ട് ദൂരം പോകാൻ പാടില്ല എന്നുള്ളൊരു ഇത് കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അന്ന് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പാലത്തിൻ്റെ അടുത്തുള്ള കന്നിക്കളം, അവിടെ ഒരു ഇത് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം കയറുന്ന, മഴക്കാലമായാലും വെള്ളം കയറുന്നൊരു പ്രശ്നമുണ്ട്. അതുപോലെ ഇവിടെയും ഈ ഒരു വിഷയം പറഞ്ഞു. ഏതായാലും എനിക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി നമ്മൾ ഇത്രയും വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരും ഈ മീറ്റിങ്ങിലുണ്ട്. ഇനിയിപ്പോൾ വീണ്ടും ഒരു നെക്സ്റ്റ് മീറ്റിങ്ങിനെ കൊണ്ടൊന്നും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ് ഒരു പോലീസ് സ്റ്റേഷൻ. അതിൻ്റെ മെയിനായിട്ടുള്ള തിരക്ക് കൂടിയ സ്ഥലത്ത് എല്ലാത്തിനും അങ്ങനെയാണെങ്കിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു പോലീസ് സ്റ്റേഷൻ സ്വന്തമായിട്ട് ബിൽഡിംഗ് എന്ന് പറയുന്നത് പോലീസ് സേനയ്ക്ക് ഉപരിയായിട്ട് പബ്ലിക്കിന് കൂടുതൽ അതിൻ്റെ സേവനം പ്രയോജനപ്പെടുന്നുള്ളതാണ് സത്യം. ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ? എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം. ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. Residential and commercial air condition, refrigerator, washing machine, inverter, water filter, water heater, mixie, fan, stove, solar water heater തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ. ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണ്ണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി. ഹോം ടാക്, ഹോം അപ്ലയൻസസ്, സ്പേസ് ആൻഡ് സർവീസസ്, പുളിങ്ങോം റോഡ്, ചെറുപുഴ.